നമസ്കാരം. വീട്ടിലുള്ളത് ഞങ്ങളെ വീടൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അവരിന്നൊരു ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു യാത്ര പോകുന്നുണ്ട്. അതാണ് നിങ്ങളിന്നൊരു ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഇവിടുത്തെ കിണറാണ്. വെള്ളമൊക്കെ ഏകദേശം കുറവായല്ലേ നവി? മാർച്ച് മാസമായല്ലോ. അതുപോലെ തന്നെ ഒരു കുളവുണ്ട്, അവിടെ കുളവുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് രണ്ടുണ്ടല്ലോ, ഒന്ന് പറ്റിയാൽ. പക്ഷെ ഇതിലത്തെ വെള്ളം വറ്റില്ല, അതാണ് പെട്ടെന്ന് പറ്റുക. കാരണം വെയിലിന്റെ കാടിനെ കൂടി കൂടി വരുവാണല്ലോ. അത് മാത്രം ഈ കിണറിലുണ്ടല്ലോ എപ്പോഴും വെള്ളം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഈ ഒരു അടുത്ത കാലത്തായിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വർഷവും അതിനപ്പുറത്തെ വർഷം നല്ല രീതിയിൽ വറ്റുന്നുണ്ട്. ഒരു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വറ്റുന്നുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ നമ്മളെ അമ്മയും ഇതാ അച്ഛനും ഇതാ. നമ്മൾ 2019 നമ്മുടെ ചാനൽ തുടങ്ങിയത്. ഇപ്പൊ 2024 എത്ര നമ്മൾ ഇവരെ ഇതില് നമ്മുടെ ചാനലിൽ കാണിക്കാൻ വേണ്ടിട്ട് ആയത്. അതിന്റെ കാര്യം ഇവരെ തന്നെ പറയും. 5 വർഷത്തോളമായി കുട്ടികൾ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ വീഡിയോക്ക് മുമ്പിലേക്ക് വരാനുള്ള ചമ്മലൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോയുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മളൊക്കെ കൂടിപ്പിടി ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് പണിക്ക് പോകണം, എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാവില്ല. അതെ, അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ വീട്ടിലത്തെ പണിയൊക്കെ ആദ്യമായിട്ട് വീഡിയോയിൽ വരുമ്പോ എന്തായാലും അമ്മക്കായാലും ഒരു ചമ്മലെല്ലാം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് തന്നെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറെ ടേക്ക് എടുത്തു. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായും സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അതെ അതെ. അതുപോലെ തന്നെ നമ്മളെ പഴയ ഫോട്ടോ കണ്ടതാ. നവ്യൊക്കെ എന്ത് ചുള്ളനായിട്ടാണുള്ളത് ഇപ്പൊ നോക്കിയേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടത്തോട്ട് പോകണം നവി. നമ്മള് നേരെ ഇന്ന് പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. അപ്പൊ എന്താ പറയുക, ഇപ്പൊ സമയം ഏകദേശം ഒരു 10:45-11 മണിയായി. നമ്മൾ ഇവിടുത്തെ നാട്ടിലത്തെ ഏട്ടന്റെ വണ്ടി പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിൽ കയറി നമ്മൾ നേരെ പറശ്ശിനിക്കടവിലേക്ക്. നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്നു. ഇതാണ് നമ്മുടെ കൊച്ചു വീട്. അപ്പം വീടിനോടും നമ്മുടെ ഇവിടെ കുറെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. പോയിട്ട് വരട്ടാ. ഹലോ, സരീഷേട്ടൻ നമ്മളെപ്പോഴും ആക്കി പോകുന്ന വണ്ടിയാണ്. എന്തുണ്ട്, സുഖല്ലേ? അപ്പൊ ഇവര് 3 ആളും പുറകിൽ ഇരുന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ നാടിന്റെ കാഴ്ചകളൊക്കെ കാണണ്ടേ. ഇതാണ് നമ്മളൊരു ടൗൺ, നർക്കിലക്കാട്. അച്ഛൻ പണിയെടുക്കുന്ന ഈ ഒരു കടയിലാണ്. 5:30 സ്റ്റോഴ്സ്. അച്ഛൻ ഇപ്പൊ അവിടെ കയറണമെന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വരട്ടെ. ഈ കടയിലാണ് അച്ഛൻ പണിയെടുക്കുന്നത്. ഒരു കൊച്ചു ടൗണാണ് നമ്മളെ ഈ ഒരു നർക്കിലക്കാട്. നർക്കിലക്കാട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ചെറിയൊരു ബസ് സ്റ്റാൻഡ്. ഇവിടെ മുതൽ ഇനി നല്ല റോഡ് വന്നു. ഇത് നമ്മുടെ നാട്ടിലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ടൗണാണ്, ഭീമനടി. ഒരു JCB ഇതാ. നമ്മുടെ പഞ്ചായത്ത് ഓഫീസൊക്കെ ഉള്ളത് ഇങ്ങനെ ഇവിടെയാണ്. മുക്കടപ്പാലം നമ്മളെ കാസർഗോഡ് ജില്ലയിലത്തെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ ഒരു കാണുന്നത്. കാര്യങ്കോട് പുഴ അഥവാ തേജസ്വിനി പുഴ എന്നും പറയും. നല്ല വെള്ളമുണ്ട്. ഇതാ ഈ ഒരു പാലത്തിന്റെ അപ്പുറത്ത് വേറൊരു പഞ്ചായത്താണ്. നമ്മളെ പഞ്ചായത്ത് തന്നെ നേരത്തെ വന്നു. കയ്യൂർ ചീമേനി. കാസർഗോഡ് ജില്ലയിലത്തെ ഒരു അവസാനത്തെ എന്താ പറയുക ഒരു സ്ഥലമാണ് ഇത്, ചീമേനി. ഇത് ചെറുവത്തൂര്, ഇത് ചീമേനി മുണ്ടയിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇത് നേരെ പയ്യന്നൂര്. ഈ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടിയിലത്തെ സരീഷേട്ടനില്ലേ, ഈ സരീഷേട്ടൻ ഈ വണ്ടി കൊണ്ട് ഒരുപാട് ലോങ് ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് സരീഷേട്ടനോട് ചോദിക്കാം, എവിടെയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടില്ല ലോങ് ആയിട്ട്? തിരുവനന്തപുരം ഈ വണ്ടി കൊണ്ട് തന്നെ. എത്ര മണിക്കൂറിൽ കുറെ ടൈം എടുത്തിനാ എത്തുമ്പോ? 12 മണിക്കൂർ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോങ് ഈ ഒരു ടാക്സിയൊക്കെ ഇതേപോലത്തെ വണ്ടിയൊക്കെ പോകുന്നത് മെയിനായിട്ട് സരീഷേട്ടൻ തന്നെയാണ്. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രകൾ ഇതേപോലെ. നമുക്ക് അന്ന് സ്കൂട്ടർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ സരീഷേട്ടന്റെ വണ്ടിയിലാണ്. സരീഷേട്ടൻ ആദ്യം ഉണ്ടായത്, എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായത് അംബാസിഡർ കാറാണ്. അംബാസിഡർ കാറ്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഉണ്ടായി. ഇതുപോലെ തന്നെ വേറൊരു വണ്ടി ഉണ്ടായി. നമ്മൾ ഇതിലെല്ലാം മാജിക്. അപ്പൊ അതിലെല്ലാം കൂടുതൽ യാത്ര ചെയ്യാറ്. എന്താണ് ഉണ്ടാതിരിക്കുന്നത്? എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. അതന്നെയാണ് നമുക്കൊരു യാത്ര ചെയ്യാനുള്ള ഒരു അല്ലേ. നമ്മള് ട്രെയിൻ യാത്രക്കിടയിൽ പറയലുണ്ടായി, നമ്മൾ ആദ്യത്തെ ട്രെയിൻ യാത്ര എന്നെല്ലാം പറയില്ലേ, മാവേലി, മലബാർ, പരശുറാം. ഇതിലെല്ലാം നമ്മള് തിരുവനന്തപുരത്തേക്കെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ കടയിൽ ജോലി ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് കാങ്കോല് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഈ റോഡില്ലേ, ഇത് ചെറുപുഴയിൽ നിന്ന് വരുന്ന റോഡാണ്.
ഇവിടുത്തെ സിഗ്നലിങ് കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് നോക്കിയിട്ട് പോവാൻ. നേരെ ഇനി പയ്യന്നൂര് കാങ്കോൾ ടൗൺ. പണ്ട് അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. അത് അവരെ ഭാഗത്ത് തന്നെ കേൾക്കാം നമുക്ക്. കാരണം ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോ. 2024 ഇപ്പം ഇതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഞാൻ ആദ്യമായിട്ട് എന്റെ മൂത്തവൻ നവീനെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. അവനെ കൂട്ടി അന്ന് ഞങ്ങള് എറണാകുളം പോയി. അന്ന് എറണാകുളം പിന്നെ പാർക്കിൽ പോയി. അതായത് വീഗാലാൻഡ് അല്ലേ? ഇപ്പൊ വണ്ടർലായി വീഗാലാൻഡ് പാർക്കിൽ പോയി. അതിന് ഞങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവിലൊക്കെ പോയി. അപ്പോഴാണ് അറിയുന്നത് സുനാമി വന്നിട്ടുണ്ടായത്. ഞങ്ങളെന്റെ അവിടുന്ന് പേടിച്ച് വേഗം ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു. അതിരപ്പള്ളി പോയി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. പിന്നീട് മക്കളെയും കൊണ്ട് ഞാൻ പിന്നെ ഗുരുവായൂരായാലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം, തിരുവനന്തപുരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ, തിരുവനന്തപുരം അതുപോലെ തന്നെ പിന്നെ മലമ്പുഴ, ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ വടക്കോട്ട് ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതായത് കർണാടക ഭാഗത്ത് അച്ഛൻ ഇതുവരെ ഈ പറഞ്ഞ കേരളം വിട്ടിട്ട് അങ്ങനെ വേറെ എവിടെ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ. അപ്പം ഇനിയിപ്പോൾ ഒരുമിച്ച് പോവാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, സുനാമിൻ്റെ കാര്യം. ഞങ്ങൾ അന്ന് പോയത് 2004 ഡിസംബർ 24, 25, 26 സമയങ്ങളിലാണ് ഞങ്ങൾ എറണാകുളം, ഒരു ആലപ്പുഴ, ആ ഗുരുവായൂർ ഭാഗത്തെല്ലാം ഉണ്ടായത്. ആ സമയത്ത് സുനാമി നമ്മളൊന്നും ബാധിച്ചില്ല. പക്ഷെ ഭയങ്കര ഓർമ്മയാണ്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. NH 66 പൻവേൽ എടപ്പള്ളി നാഷണൽ ഹൈവേ. നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പുതിയ ഹൈവേ പോകുന്ന ഇതിലൂടെയല്ല, അങ്ങ് അതിലൂടെയാണ്. കാരണം ഈ ഒരു ഭാഗമായിട്ട് ടച്ച് ചെയ്യുന്നേ ഇല്ല. ഈ റൈറ്റിലേക്ക് പോകുന്നതാണ് പയ്യന്നൂർ ടൗണിലേക്ക്. നമുക്ക് പയ്യന്നൂർ ടൗണിലേക്കായിട്ട് പോകേണ്ട കാര്യമേ വരുന്നില്ല. നമുക്ക് നേരെ പഴയങ്ങാടി, പുതിയങ്ങാടി, പിലാത്തറ ഈ ബസ്സിന്റെ പുറകെ തന്നെ പോവാ. 6 വരി പാതേന്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം സ്പീഡപ്പാണ്. കാരണം ഞങ്ങൾ 1 മാസം മുന്നേ വന്ന് പോയപ്പോൾ കണ്ട പോലെയല്ല ഇപ്പോൾ. ഇത് ഈ സ്ഥലത്തിന്റെ പേര് എടാട്ട് എന്നാണ്. ഇവിടെയാണ് പയ്യന്നൂർ കോളേജ് ഉള്ളത്. ഇവിടെ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ എന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇവിടെയാണ് പയ്യന്നൂർ കോളേജ് ഉള്ളത്. പയ്യന്നൂർ കോളേജ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കാര്യം എടുത്തു പറയാനുണ്ട്, നവീന്റെ കാര്യം. നവീൻ പഠിച്ച കോളേജ് ഇതാണ്. ഞാൻ പഠിച്ചത് ഇവിടെയാണ്. എല്ലാം മാറിപ്പോയി, സാറൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. നോക്കിയാ നിങ്ങൾ തന്നെ നോക്ക്, ഇതുണ്ടതാ. കാരണം ഇവിടെയൊക്കെ എന്തെല്ലാം മരങ്ങളൊക്കെ ഉണ്ടായതാണെന്നറിയാം. ഇപ്പൊ ഒന്നുമില്ല. മരം മാത്രമല്ല, നമ്മുടെ ടൗണിലത്തെ കുറെ ബിൽഡിംഗ് ഇല്ല, എല്ലാം പൊളിച്ചു. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് പെരിയാരം മെഡിക്കൽ കോളേജ്. ഇവിടെയാണ് എല്ലാം മാറി. ഇതൊക്കെ വരുന്ന ഇതിലൂടെയാണ്. കണ്ടാ, ഇതിലൂടെയാണ് മെയിൻ ഹൈവേ പോകുന്നത്. ഇതിന്റെ ഗേറ്റ് അത് അവിടെയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. ഒരു അരമണിക്കൂറും കൂടെ ഡ്രൈവ് ഉണ്ടാവും. ഈ മരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. കാരണം റോഡ് ഇതിലെ കൂടെയാണ് പോകുന്നത്. ഇതിലൂടെ ഇങ്ങനെയാണ് പോകുന്നത്. കാര്യം പറയുവാണെങ്കിൽ പല ഭാഗത്തും പല രീതിയിലുള്ള പണിയാണ് നടക്കുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു ഭാഗത്തിൽ ഇങ്ങനെയാണല്ലോ. പക്ഷെ സരീഷേട്ടൻ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ പണി നടന്നില്ലേ? ആ, നല്ല രീതിയിലുള്ള പാലങ്ങളെല്ലാം പല ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആയാലും ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ പണി ആയിട്ടേ ഇല്ല. പക്ഷെ വേണ്ട, ആ ഭാഗത്ത് കണ്ട, അവിടെ നിന്ന് ഇങ്ങനെയല്ല. പല ഭാഗത്തും ഓരോ അങ്ങനെ ഉണ്ടല്ലേ, കോൺട്രാക്ടർ എടുക്കുന്നുണ്ട്. അതെ, ഇത് തളിപ്പറമ്പിന്റെ ഈ ഒരു ഭാഗത്തേക്കൂടെ അല്ല ഹൈവേ, പുതിയ ഹൈവേ വരുന്നത്. അത് വേറെ വഴിയാണ്. നമ്മളിപ്പോ പഴയ ആ ഒരു ഇപ്പൊ നിലവിലത്തെ ഹൈവേ ഇല്ല, ഇതിലൂടെ തന്നെ പോകുന്നത്. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. ആ ഒരു ഭാഗത്തേക്കാണ് ബസ് സ്റ്റാൻഡ്.
ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് എപ്പോഴും. ഇത് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സാണ്. ഒരു ആൽമരൊക്കെ ഉണ്ട്. നമ്മളിവിടെ ധർമ്മശാല എത്താനായി. ധർമ്മശാലയിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടേക്ക് എത്ര മരങ്ങളൊക്കെ ഉണ്ടായതാന്നറിയാ. അതെല്ലാം മാറ്റി ഈ ഒരു റോഡിന്റെ വർക്ക് കാരണം നമുക്കിനിയിപ്പോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഇപ്പൊ വരും. ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഓൾറെഡി സർവീസ് റോഡാണ്. ഇനിയിപ്പോ അത് വന്നു കഴിഞ്ഞാല് ഇവിടെ പോലീസിന്റെ ഒരു മൈതാനൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്കിനിയിപ്പോ ഇവിടുത്തോട്ട് നേരെ കണ്ണൂര്. ഇതാണ് ധർമ്മശാല. ധർമ്മശാല എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലൊരു ധർമ്മശാലയുണ്ട്. അതല്ല, അത് വേറെ ഇത് വേറെ. ഇനിയിപ്പോ നേരെ പറശ്ശിനിക്കടവ് 4.5 കിലോമീറ്റർ ഇവിടുന്ന് കണ്ണൂരേക്ക് ഒരു വഴി. ഇത് കണ്ണൂരേക്കല്ലേ ഇത്? ആ, പുതിയതൊരു വഴി ഇത്. പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് സ്നേക്ക് പാർക്ക് ഉള്ളത്. ഒരുപാട് പാമ്പുകളുള്ള സ്ഥലം ഇവിടെയാണ്. എത്ര പാമ്പുകളാണെന്നറിയാ. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. ഈ ഒരു ബസ്സെല്ലാം പോകുന്നില്ലേ, അത് നേരെ പോകുന്നത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ്. ഇത് കൊണ്ടോട്ടി ഭാഗത്ത് വരുന്ന വണ്ടിയാണ്. അതാണ് വിസ്മയ പാർക്ക്. നമ്മൾ ഇവിടെയും വന്നിട്ടുണ്ട് ഒരുപാട് കാണാം അല്ലേ, ഫാമിലി ആയിട്ട് തന്നെ. അതൊക്കെ എത്ര എടുത്ത് തുള്ളിയതാന്ന് അറിയാലേക്ക് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ. പക്ഷേ ഈ പറഞ്ഞ വണ്ടർലയിലായാലും വിസ്മയിലൊക്കെ കുറെ വർഷമായി. ഇനിയിപ്പം ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്താനായി. കുറച്ചും കൂടെ പോകാനുള്ളൂ. പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. നമ്മൾ അന്ന് പറശ്ശിനിക്കടവിലേക്ക് വന്നപ്പോൾ ബസ്സിനല്ലേ വന്നത്. ഇവിടെ ബസ് ഇറങ്ങി നമ്മൾ നേരെ അതുവഴിയാണ് നടന്നു പോയത്. നമുക്കിനിപ്പോൾ അതുവഴി നടന്നുകൊണ്ട് കാര്യമില്ല, കാരണം വണ്ടി ഉണ്ടപ്പോൾ നേരെ താഴോട്ട് തന്നെ പോവാം. നേരെ ഇങ്ങോട്ട് ഇതുവഴി പോവാം. ഇത് നേരെ മയ്യിൽ ഭാഗത്തേക്കുള്ള റോഡാണ്. ഇനിയാണ് ഒരു റോഡ്, നല്ല വളഞ്ഞു പോകുന്ന റോഡാണ്. നല്ല ഇറക്കമൊക്കെ ഉണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റ് ഹോമാണ്, താമസിക്കുന്ന സൗകര്യം. താഴെ തന്നെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ റിസോർട്ടുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസത്തിനൊന്നും ഒരു കുറവുമില്ല. നല്ല വളഞ്ഞാണ് ഇനിയിപ്പോൾ പോകേണ്ടതാ. ഇനി നേരെ ഇങ്ങോട്ട്. തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് അത്യാവശ്യം. നമുക്കിനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പേ പാർക്കിങ്. ഇവിടെ പാർക്ക് ചെയ്യുന്നത് പൈസ ഒന്നും കൊടുക്കണ്ട, എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അത് സ്ഥലം ഉണ്ടോ നോക്കാം. സ്ഥലമില്ല. ഇവിടെ വണ്ടി ഇറങ്ങി. ഇനിയിപ്പോൾ സരീഷേട്ടൻ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യും. പിന്നെ സരീഷേട്ടൻ മെല്ലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ ഇതുവഴി നടന്നിട്ട് പോവാം. തിരക്കൊന്നുമില്ലല്ലോ ഇല്ല. ശനിയോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണ്. നേരെ ഇനിയിപ്പോൾ നടന്നു പോവാം. ഇപ്പം ഇങ്ങോട്ടെല്ലാം വന്നിട്ട് കുറേ നാളായില്ലേ? കുറേ നാളായി. ഫാമിലി ആയിട്ട് വന്നിട്ട് കുറേ നാളായി. നമ്മൾ രണ്ടാളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് സ്കൂട്ടറിലെല്ലാം വന്നിട്ടുണ്ട്. ഞാനും നവ്യായാലും വന്നിട്ടുണ്ട്. അതെ കുറെ ആയില്ലേ യാത്ര ചോദിച്ചോണ്ടിരിക്കണ. കാരണം അവര് പോയിട്ട് കുറെ നാളായി റിപ്പീറ്റേഷൻ ചെയ്ത് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ. അതെ പറശ്ശിനി സന്നിധിയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടുന്ന് കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയ ശേഷം അകത്തോട്ട് കയറാം. അമ്മയൊന്നും മിണ്ടുന്നില്ല എന്നുള്ള വലിയ പരാതിയെല്ലാം ഉണ്ട് കേട്ടാ. അതിലിവിടുത്തെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ കാണുമ്പോൾ വർത്താനം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതെല്ലാവർക്കും ഉണ്ടാവും. അതിലൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നത് നമുക്കുണ്ടല്ലോ. മലപ്പുറേന്റെ ഉള്ളിൽ കയറുമ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല. ക്ഷേത്രത്തിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്.
ഈ ഒരു വഴി നേരെ പോയത്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലേ നവി? ഇന്ന് അത്ര തിരക്കൊന്നുമില്ല, കാരണം നേരത്തെ പറഞ്ഞല്ലോ ഒരു 7 ദിവസമാണ്, പിന്നെ ഉച്ച സമയമായി, പിന്നെ അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ കരുതി. പിന്നെ അച്ഛൻ നേരത്തെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയി. പിന്നെ നമ്മൾ മൂന്നാൾ എപ്പോഴും പുറകിൽ തന്നെയാണല്ലോ, ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോയി. ഇതാ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. സാമ്പാർ, അതുപോലെ തന്നെ ഒരു മോര് കറി, ചോറ്. ഇതാണ് ഇവിടുത്തെ അന്നദാനം പറഞ്ഞത്. നവീൻ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ അച്ഛനൊക്കെ കഴിച്ചു തുടങ്ങി. കരീഷാരൻ ഇവിടെ ഉണ്ട്, പിന്നെ അമ്മ എവിടെ പോയതാ? അമ്മ ആ ഒരു ഭാഗത്ത് എവിടെയോ പോയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ, ഇവിടെ ഇത് കഴിക്കാം. അന്നദാനമൊക്കെ കഴിച്ച ആ മടപ്പുരൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളിപ്പോൾ ഇതാ ഈ ഒരു ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. ഞങ്ങൾ എന്തായാലും ഇത്തവണയും ബോട്ടിങ്ങിലൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്പോട്ട് ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, നല്ലൊരു ക്ഷേത്രം തന്നെയാണ്. അതെ, അതെല്ലാം കാണാൻ വേണ്ടി പോയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല വെള്ളം അതാ, നല്ല താഴ്ചയുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് വളവട്ടണം പുഴ. അല്ല, അതിൽ കൂടെ പാലം കണ്ട, അതാ നേരെ മയ്യിലേക്ക് പോകുന്നത്. നേരെ അങ്ങ് അവിടെ നമ്മൾ അതിന്റെ മേലെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മളെ ഒരു കാഴ്ചയൊക്കെ. അതായത് ആ ഒരു പാലത്തിന്റെ അവിടെ നിന്ന് ഈ ഒരു ക്ഷേത്രം, അതായത് ഈ മടപ്പൂരിന്റെ ഇവിടെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അങ്ങ് അതിലൂടെ ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്. അതാ അതായത് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ നമ്മളെല്ലാവരും കാണുന്നത് ഒരുമിച്ച്. അത് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം തന്നെ പോകണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പോകാൻ പറ്റിയില്ല, കാരണം ഒന്ന് നമുക്കറിയാലോ പണിയെടുക്കുന്നത്, നമുക്ക് അന്ന് വേഗം പോകാൻ പറ്റിയില്ല. അതെ അതെ. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് ഇപ്പം വന്നല്ലോ, അത് നന്നായി. അവർക്ക് യാത്രയ്ക്ക് ഒരു പ്രചോദനമാവട്ടെ. ഈ യാത്ര അവരുടെ തുടർ യാത്രകൾക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ നല്ല രീതിയിൽ സംസാരിക്കുന്നു, നമുക്ക് അതുപോലെ സംസാരിക്കും. കാരണം ഒരു എന്തായാലും ആദ്യമായിട്ട് ക്യാമറേനെ മുന്നിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അച്ഛന് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അമ്മക്ക് പറയുമ്പോൾ ഒരു വിഷമം വരുന്നു, കാരണം നമ്മുടെ പല കാര്യങ്ങളും പറയുമ്പോൾ ഒരു കരച്ചിൽ വരുന്നു. അതുകൊണ്ട് അത് എടുക്കാൻ നമുക്ക് അതിലൊരു മനസ്സിരുന്നില്ല. ഭാവിയിൽ നമുക്ക് എന്തായാലും മാറ്റിയെടുക്കണം, കാരണം നല്ല രീതിയിൽ സംസാരിപ്പിക്കണം. കാരണം ആ ഒരു മടിയല്ലേ നമുക്ക് ഫസ്റ്റ് മാറ്റിയെടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ എന്താ പറയാ, നമ്മുടെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിലേക്ക് കൂടെ നമ്മൾ കഴിഞ്ഞത്. കാരണം അമ്മ ശരിക്കും അത് നമുക്ക് നമ്മളെ കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും വിഷമം വരുന്നതാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം ഞങ്ങളത് നമ്മുടെ ചാനലിൽ നമ്മൾ പറയാറില്ല, കാരണം നമുക്ക് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പം അതൊന്നും കാണട്ടെ. അപ്പം അതുകൊണ്ട് അമ്മേൻ്റെ വിഷയം അതാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം, പറശ്ശിനിക്കടവിൽ നിന്ന് ഇറങ്ങാം. കാരണം നമുക്ക് വേറൊരു സ്ഥലം കൂടിയുണ്ട്, വേറൊരു ക്ഷേത്രം. ആ ഒരു ഭാഗത്തോട്ട് പോകാം. ഇവിടെയാണ് ചോറൂണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രസാദം കൊടുക്കുന്ന സ്ഥലം, നമുക്ക് ഈ ചായയും നമുക്കിതൊക്കെ കിട്ടുന്നത് ഇവിടെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ കഴിക്കുന്നില്ല, ഇപ്പോൾ ചോറ് കഴിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചൂടത്ത് ചായ കുടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം ഇതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം. സന്തോഷമായില്ലേ? ഇറങ്ങിക്കോ. ഇനിയിപ്പം ഞങ്ങൾ അടുത്തത് പോകുന്നത് ഇവിടുന്ന് തളിപ്പറമ്പിലൊരു ക്ഷേത്രമുണ്ട്, രാജരാജേശ്വരി ക്ഷേത്രം. അവിടത്തോട്ടാണ്. ഈ വന്ന അതേ വഴി തന്നെയാണ് പോകേണ്ടത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. കണ്ണൂരും തളിപ്പറമ്പ് ഭാഗത്തേക്കൊക്കെ ബസ് ഉണ്ടാവും. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടല്ലേ മുന്നിലേക്കാട്ടി? ഞാൻ നേരത്തെ അവിടെ ഇത്ര നേരം ഇരുന്നത്. വേറൊരു കാര്യമുണ്ട്, മാർച്ച് സമയത്ത് ഭയങ്കര ചൂടാന്നല്ല, നമ്മള് 2 വീലറിലാണ് ഞാനും മനുവിലും പറശ്ശിനിക്കടവ് വരുന്നത്. ഇനി ആവില്ല, ഇനി ഒരു 2 മാസത്തേക്ക് ആവുകയില്ല. ഏപ്രിൽ മെയ് ഒന്നും നടക്കൂല. അയ്യോ. അങ്ങനെ യാത്ര ചെയ്തിപ്പിതാ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കണം. ഇവിടെയാണ് ക്ഷേത്രം. ഇറങ്ങോ. പാദരക്ഷകൾ അങ്ങ് അവിടെയാണ് വെക്കാൻ പറ്റുക. പിന്നെ ഇവിടെ തന്നെ മൊത്തത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാം. അങ്ങ് അവിടെ നമുക്ക് ചെരുപ്പ് വെക്കാം, എന്നിട്ട് അകത്തോട്ട് കയറാം. നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം, ക്രൗഡൊന്നുമില്ല. പാദരക്ഷകൾ ഇവിടെ വിൽക്കുക. ഇതിൻ്റെ അകത്തോട്ടാണ് ഇനി കയറി പോകേണ്ടത്. അവിടെ വെക്കാം. ആ ദർശന സമയമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടതാ, പൂജ ടൈമിംഗ് എല്ലാം എഴുതിയിട്ടുണ്ട്. കന്നഡയിൽ എഴുതിയിട്ടുണ്ട് ക്ഷേത്രക്കുളം. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് ഇവിടെ കൂടുതലും വരാറുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ജയലളിത വന്ന് ഇവിടെ താഴികക്കുടം കൊടുത്തിട്ടുണ്ട്, സ്വർണത്തിന്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ആനേനെ സംഭാവന ചെയ്തിട്ടുണ്ട്. ആനയൊന്നും കൂടി ഇല്ല, ആനെല്ലാം മൺമറഞ്ഞു. ഇപ്പം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വലം വെച്ച് വരാം. ഇവിടെ ഈ ഒരു സമയത്തൊന്നും ആരുമില്ല, നല്ലൊരു നിർമ്മിതിയാണ് ഈ ഒരു ക്ഷേത്രം.
നമ്മളിനിയിപ്പം ഇവിടുന്ന് ആദ്യം ഒന്നും കൂടെ വലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാം. കാരണം ആരുടെയും തിരക്കൊന്നുമില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെ ഇവിടെ ഒരു നല്ലൊരു ആനയുണ്ട്. അതിനിപ്പോൾ അവിടെ നിന്ന് തീറ്റ കൊടുക്കാം. ഇത് ഇവിടെ ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ കണ്ട ഒരു ക്ഷേത്രക്കുളം ഇല്ലേ, അതുവഴി നേരെ വരാം. നേരെ വന്നാടും ഇവിടുന്ന് കാണുന്നത് ഇവിടെ തന്നെയാണ് ഈ ഒരു ആനയുള്ളത്. ഞങ്ങളുടെ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഒരു യാത്ര തുടങ്ങിയത്. സന്തോഷമായില്ലേ? എങ്ങനെയുണ്ട്? സന്തോഷമായില്ലേ? ആ, അതുപോലെ തന്നെ എന്താ പറയാ, നമുക്കിനി ട്രെയിനിലെല്ലാം പോകണം, ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അതെ, മാവേലി മലബാറിലെല്ലാം പോണ്ടേ? പോകണം. പിന്നെ സമയം കിട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ പയ്യന്നൂർ പോവാ, അല്ലെങ്കിൽ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാ. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇനി അപ്കമിങ് വരാൻ പോകുന്ന വീഡിയോസ് വെച്ചാൽ തമിഴ്നാട്, കർണാടക ആ ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിനു മുന്നേ നമ്മൾ കൂടുതൽ നോർത്ത് ഇന്ത്യ തന്നെയാണ് കുറേ ദിവസം ഉണ്ടായത്. അതെ, അതിന് പുറമെ തന്നെ ഇവരും കൂട്ടിയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് യാത്രയൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സ് കണ്ടുവന്നേക്കും. ബൈ ബൈ.